ഇവനൊക്കെ പറയുന്ന കേട്ട എനിക്ക് വെറും രോമമില്ല. ഇതാ എടാ, നീ അമ്മായിന്നോ മാമാന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചാൽ എനിക്കിത് ഇതാണ് രോമം. രോമം ഇല്ല വേണ്ടത്. ഇതാണ്, മനസ്സിലായോ? അതാണ് രേണുസുതി, കിച്ചു ഇവരൊക്കെ കുറച്ച് ദിവസം മുമ്പ് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ഇവര് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കിച്ചുവും കിച്ചന്റെ കൂടെ ഇരിക്കുന്ന രണ്ടെണ്ണം കൂടെ അടിച്ച് ഫിറ്റായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതാണ്. പിന്നെ രേണുസുതി പിന്നെ അറിയാലോ, വാപ്പെട്ട കോലാരി, അതുപോലെയാണ് സംസാരങ്ങൾ. എന്തായാലും കേക്കാം. ഓപ്പൺ ആക്കത്തില്ല. ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോ ആണ് നേരെ ഫേസ്ബുക്കിലൂടെ കയറുന്നത്. നീയൊക്കെ എന്താ ഓർമ്മ ഞാൻ നിന്റെയൊക്കെ കമന്റ് കുത്തിയിരുന്ന് വായിച്ച് എനിക്കങ്ങ് വിഷമാവുന്നു. കോപ്പ് വിഷമാവും രേണുസുതിക്ക്. രേണുസുതി എന്ന് പറയുന്നൊരു വ്യക്തി, നീയൊക്കെ എന്റെ ഒരു പകുതി കേട്ടെങ്കിൽ നീയൊക്കെ ഇങ്ങനെ നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ നല്ല ഒന്നാന്തരം ധൈര്യമുള്ള പെണ്ണായോണ്ടാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഞാൻ കേട്ടതിന്റെ 1% നീയൊക്കെ കേൾക്കുവോ? അമ്മായിമാരും ഒന്ന് കേട്ടു നോക്കൂ. നീയൊക്കെ നിക്കത്തില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം കയ്യിലിരിപ്പിന്റെ കാര്യമാണ്, അല്ലെങ്കിൽ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നുള്ളത് സ്വയം ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. ആ ബുദ്ധി ഇല്ലാത്ത നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്കെതിരെ എന്തെങ്കിലും നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ സ്വയം തിരിച്ചറിയാനുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ ബുദ്ധിയോ ഉണ്ടാവണ്ടേ? ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്കില്ല. ഈ ബുദ്ധി, വിവരം, കഴിവ്, ഈ സാധനങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവത്തില്ല. ഓടും കുട്ടിയും പറിച്ചോണ്ട്. രേണുസുതി അങ്ങനല്ല. ഇതല്ല, ഇതൊക്കെ മേലെ കേട്ടിട്ട് ഈ പറഞ്ഞവരും ഇവരും എല്ലാവരും അല്ലാത്ത ചുമ്മാ നോക്കി നിൽക്കുന്നവരും നോക്കുകൂലിയാകുന്നവരും എല്ലാവരും എനിക്കിട്ടിട്ട് രേണുസുതി എന്നൊരു ഒരു അഞ്ചടി ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. 4 അടി എങ്ങനെ കാണത്തുള്ളൂ. ആകെ ഇച്ചിരേ ഉള്ളൊരു സാധനം 40 കിലോ അത്ര ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വ്യക്തിയായിട്ട് ഈ ലോകമെമ്പാടുമുള്ള ഒരാൾക്ക് നെഗറ്റീവ് വരുന്നതും വിമർശനം വരുന്നതും അവരുടെ കയ്യിലിരിപ്പ് നോക്കിയിട്ടാണ്, അല്ലാണ്ട് അവരുടെ വെയിറ്റോ ഹൈറ്റോ നിറവോ നോക്കിയിട്ടല്ല. അതാദ്യം രേണുസുതി മനസ്സിലാക്കണം. മലയാളി കുറെ അമ്മാവന്മാരും മാമിമാരും കുറെ ഫേസ്ബുക്കും പൊട്ട കുറെ ഫേക്ക് ഐഡി ചെറ്റകളും കിടന്ന് എന്നെ ഇട്ട് തെറി പറയുന്നൊക്കെ എന്തോ വലിയ സംഭവം വെച്ചിട്ട് നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഞാൻ എന്തേലും തോന്നിവാസം കാണിച്ചു? നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഒന്നും കാണിക്കുന്നില്ലല്ലോ. വീട്ടിൽ കയറിയിട്ട് എന്തിനാ തോന്നിവാസം കാണിക്കുന്നത്? ഒരാള് യൂസ് ചെയ്യുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെ ഇട്ടാൽ മതിയല്ലോ. ധാരാളം തുറന്നു കഴിഞ്ഞ വരും രേണുസുതി. പിന്നെ എങ്ങനെ ആൾക്കാർ തെറി വിളിക്കാതിരിക്കും? നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് കൊണ്ടിടാമെങ്കിൽ പബ്ലിക്കായിട്ട് കാണുന്ന കാര്യത്തിനെ പബ്ലിക്കായിട്ട് തന്നെ ആൾക്കാർക്ക് വിമർശിക്കാം. നിങ്ങൾക്ക് അത് കേൾക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് കൊണ്ടിടരുത്. അല്ല, നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആണെങ്കിൽ പോയി കേസ് കൊടുക്കുക. പ്രശ്നം തീർന്നില്ലേ അവിടെ? ഞാൻ അമ്മായി ആയിക്കോട്ടെ, നീ ആരാ? നീ ഒരു വെറും എന്താ പറയാ, ഒരു പ്രൊഫൈലും ഇല്ലാത്ത ഒരുത്തനല്ലേ. നീ മര്യാദയ്ക്ക് നിന്റെ പ്രൊഫൈലിൽ വാ. ഇല്ല, ഞാൻ ഹായ് ആർക്കും തരാനല്ല കേട്ടോ ഞാൻ വന്നത്. ഈ ഒരു കാര്യം പറയണം, എല്ലാവർക്കും ഹായ്. അപ്പം എന്താ പറയാ, മാമിമാരുടെ വിചാരം ഇതൊക്കെ കേൾക്കും. എന്നെ അങ്ങ് ആ കുട്ടിയും പൂക്കുട്ടിയും അങ്ങ് പച്ചയ്ക്ക് തെറി വിളിക്കുക ഇവന്മാരെന്തൊരു മാന്യന്മാരായിട്ട് അവരെ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പ്, അവരുടെ കുടുംബ മഹിമ എന്നങ്ങ് വിചാരിച്ചാൽ പോലെ. നിങ്ങൾ തന്നെ ഏതോ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇടുന്ന കമന്റ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ നോക്കാറില്ല. ഇപ്പൊ പിന്നെ നിങ്ങൾ കമന്റ്സ് നോക്കിയിട്ടല്ലേ വന്നേക്കുന്നത്? നിങ്ങൾ കമന്റ്സ് നോക്കാറില്ലെങ്കിൽ നിങ്ങൾ അത് അങ്ങനെ വിടണം. ഈ തെറി വിളിക്കുന്നത് ഏത് നാറികളാണെങ്കിലും അത് അവരുടെ സ്വഭാവം, അല്ലെങ്കിൽ അവരുടെ കുടുംബം അവരെ വളർത്തിയെടുത്ത ഇത് എന്ന് പറഞ്ഞാൽ വിട്ടാൽ മതി. അതിനു വേണ്ടി മാത്രമായിട്ട് ലൈവിൽ വരേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ലൈവ് എടുക്കുമ്പോൾ അവിടെ വന്ന് ഇതുപോലുള്ള വർത്താനം പറയുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരും. ഇത് കമന്റ് ബോക്സിലൊക്കെ തെറി വന്ന് വിളിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ലൈവ് ഇട്ടേക്കുക. എന്തിന്? കൊച്ചുമക്കളോട് എന്നെ സ്നേഹിക്കുന്നു, മക്കളെ മരുമക്കളെ ഒക്കെ അവർക്കൊക്കെ നല്ല ഗ്രാൻഡ് പേരൻസ് ആയിട്ട് ഇവര് വീട്ടിൽ നിൽക്കുക. പക്ഷെ അവരുടെ ഫേസ്ബുക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. എന്നെ വിളിക്കുന്ന തെറി, ഈ രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ വിളിക്കുന്ന തെറി, നിങ്ങൾ കൊച്ചുമക്കള്, വിവരമുള്ള കൊച്ചുമക്കളുണ്ടല്ലോ, അവരതുപോലെ മരുമക്കളുണ്ടല്ലോ, അവര് നിങ്ങളുടെ ഈ മാമന്മാരുടെ ഫോൺ എടുത്തൊന്ന് ചെക്ക് ചെയ്യുക. എന്താണ് ഇവര് കാട്ടിക്കൂട്ടുന്നത്? എനിക്ക് മനസ്സിലായി. എനിക്കെതിരെ അവർക്ക് നാണമില്ലേ എന്നാ പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഇപ്പൊ ഒരു കമന്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ആ മാമന്മാർക്ക് നാണമില്ലേ എന്നാ ആലോചിക്കുന്നത്.
ഫേസ്ബുക്കിലാണ് പ്രശ്നം. ഫേസ്ബുക്ക് മാമന്മാർക്കും മാമിമാർക്കുമാണ് പ്രശ്നം. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഒരു ഫേസ്ബുക്ക് കുറച്ച് കമന്റ്സ് എടുത്ത് വായിച്ചാൽ, നിങ്ങൾ ഇപ്പൊ നോക്കി എന്റെ ഏതെങ്കിലും ഒരു വീഡിയോ ഫേസ്ബുക്കിലുണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് ആ കമന്റ്സ് മാത്രം കമന്റ് നിങ്ങളുടെ എല്ലാ വീഡിയോയ്ക്കും തെറിവിളി വരുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കാണാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരെ കൊണ്ട് നിങ്ങളെ തെറി വെളുപ്പിക്കേണ്ട അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കയ്യിലിരിപ്പാണെന്ന് ആലോചിക്കണം. ഈവൻ ആ അച്ഛനെ കൊണ്ട് പോലും കൊടുത്ത വസ്തു തിരിച്ചു വാങ്ങിപ്പിക്കും എന്നുള്ള രീതിയിൽ നോട്ടീസ് അയക്കണമെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയേക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കമന്റ് സെക്ഷൻ മാത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഞാൻ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ ഫേസ്ബുക്കില് ഞാൻ ഇടുന്ന വീഡിയോ പോലും അല്ലായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു റീൽ ഇടാറില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് നേരെ ഫേസ്ബുക്കിലോട്ട് പോകുന്നതാണ്. അപ്പൊ ഫേസ്ബുക്ക് റീൽ നിങ്ങളൊന്നും എടുത്തില്ല. നിങ്ങളുടെ കൊച്ചുമക്കളൊക്കെ നിങ്ങളെ കണ്ടല്ലേ വളരുന്നത്, മാമന്മാരെ മാമിമാരെ കണ്ടല്ലേ വളരുന്നത്. മനസ്സിലായി? അപ്പൊ ഈ വൃത്തികെട്ട തരങ്ങളാണോ നിങ്ങൾ ഈ കമന്റ് ഇടുന്നത്? നിങ്ങൾക്ക് നാണമുണ്ടോ ഫേസ്ബുക്ക് മാമന്മാരെ മാമിമാരെ? നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെ തെറി വിളിക്കുന്നത്? ഞാൻ വീഡിയോ ചെയ്യുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ ചില അവന്മാർക്ക് ഭയങ്കരമായിട്ട് കുഴപ്പങ്ങളുണ്ട്. ചുമ്മാ ഒരു നല്ല വീഡിയോ ആണെങ്കിൽ പോലും അവന്മാർക്ക് തെറി വിളിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. ഈവൻ ലൈവിൽ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും ഇതുപോലെയുള്ള ചില കുടുംബത്തിൽ പിറന്നവന്മാർക്ക് വല്ലാത്ത പ്രശ്നമാണ്. വന്നങ്ങ് തെറി വിളിക്കും. നമ്മളെങ്ങാണ്ട് റിയാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങി ഓടും. അങ്ങനെയുള്ള കുറെ എണ്ണങ്ങളുണ്ട്. അത് അവരുടെ കയ്യിലിരിപ്പോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ വളർത്തു ദോഷം എന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ. അച്ഛനമ്മനെയും കൊള്ളാത്തോണ്ട് അത്രയും ഞാൻ പറയാറുള്ളൂ. നിങ്ങൾക്കത് അത്രയും പറ്റത്തില്ലേ, നിങ്ങൾ കേസ് കൊടുക്ക്. ഇത് തെറി വിളിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ലൈവ് ഇടേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്നുള്ളത്. കയറിയിരുന്നല്ലോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ തലയിലോ നിങ്ങളുടെ മടിയിലോ കയറിയിരുന്നാണോ ഞാൻ വീഡിയോ ചെയ്യുന്നത്? ഞാൻ എന്റെ പ്ലാറ്റ്ഫോമിൽ എന്റെ ഇഷ്ടത്തിന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എന്തൊരു തെറി പറയുന്നു? തെറി പോട്ടെ, വൃത്തികെട്ട വെറും വൃത്തികെട്ട തരവാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെയൊക്കെ സംസ്കാരമില്ലേ? നിങ്ങളുടെയൊക്കെ സംസ്കാരം, ഞാൻ ആ സംസ്കാരത്തിനോട് ഞാൻ സത്യം പറഞ്ഞ ഞാനായതുകൊണ്ടാണ് ഈ ഭൂമി മലയാളത്തിൽ ഇപ്പോഴും നിൽക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് മനസ്സിലായോ? ഞാനായതുകൊണ്ട്. കാരണം എനിക്ക് ഇവനൊക്കെ പറയുന്ന കേട്ടാ എനിക്ക് വെറും തോന്നില്ല. അപ്പൊ നിങ്ങളുടെ സംസ്കാരം എന്താണ്? ഇവരൊക്കെ പറയുന്നത് എനിക്ക് ഇതാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ട് മുഖത്ത് നിന്നൊക്കെ പുറത്തെടുത്തിട്ട്. അപ്പൊ നിങ്ങളുടെ സംസ്കാരം എവിടെ എത്തി? നമ്മളോട് ഒരാൾ റിയാക്ട് ചെയ്യുന്ന അതേ രീതി തിരിച്ച് റിയാക്ട് ചെയ്യുമ്പോ അവരുടെ സംസ്കാരം എവിടെ എത്തും? ലൈവ് തെറി വിളിക്കാൻ വേണ്ടി മാത്രം ലൈവ് ഇട്ടിട്ട് അതിൽ വന്നിട്ട് ഇമാതിരി ഡയലോഗ് പറയുമ്പോ എങ്ങനെയാ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ വേറെ എല്ലാ രീതിയിൽ സംസാരിക്കുമ്പോൾ ലൈവിൽ വന്ന് ഇരുന്നിട്ട് ചൊറിയുന്ന ചില നാറികളുണ്ട്. അവന്മാർക്ക് ഓൺ ദ സ്പോട്ടിൽ മറുപടി കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. ഇത് ചുമ്മാ വന്നിട്ട് കമന്റ് ബോക്സിൽ കാണുന്ന തെറി വിളിക്കുക, ഇവിടെ വന്നിട്ട് ഇമാതിരി സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ശരി, എന്നാ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. പിന്നെ കിച്ചുവിന്റെ അടുത്ത് പറയാനുള്ളത്, ആ കൂടെ ഇരിക്കുന്ന 2 വാലുകള് നിനക്ക് പണി മേടിച്ച് തന്നിരിക്കും. ഉറപ്പായിട്ടും നിനക്ക് അവന്മാര് പണി മേടിച്ച് തന്നിരിക്കും. അപ്പൊ ഇരുന്ന് മോങ്ങാന്നുള്ള സാഹചര്യം ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ അവന്മാരുടെ വായടക്കി വെക്കാൻ പറയുന്നത് നന്നായിരിക്കും. ആ വീഡിയോസ് എല്ലാവരും കണ്ടു കാണുമല്ലോ. അവന്മാരുടെ വായ ഉണ്ടല്ലോ നന്നായിട്ട് അടക്കി വെക്കാൻ പറഞ്ഞത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ പണി മേടിച്ചേ അടങ്ങുള്ളൂ. ശരി, എന്നാ.